കേരളം ഇടതുപക്ഷം ഭരിക്കുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ട് സംസ്ഥാനത്തെ മോദി സർക്കാർ വല്ലാതെ ഉപദ്രവിക്കുന്നുവെന്നത് വസ്തുതയാണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും കേരളത്തിന് അർഹമായ വിഹിതം നൽകാത്തതും ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. നിബന്ധനകളില്ലാതെ കേരളത്തിന് 13,608 കോടി കടമെടുക്കാനുള്ള അനുമതി നൽകാൻ സുപ്രീം കോടതി അടുത്തിടെ നിർദ്ദേശിച്ചത് നമുക്കറിയാമല്ലോ. സംസ്ഥാനത്തിന്റെ നിശ്ചയദാർഢ്യമുള്ള നിയമ പോരാട്ടമാണ് കേന്ദ്രം കേരളത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ വഴിയൊരുക്കിയതെന്നതും വ്യക്തമാണ്. നികുതി വിഹിതത്തിലും വലിയ വെട്ടിക്കുറവ് വരുത്തിയതോടെ വലിയ പ്രതിസന്ധിയാണ് കേന്ദ്രം സംസ്ഥാനത്ത് സൃഷ്ടിച്ചത്. 57,000 കോടിയാണ് ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളതും. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ഒരു പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി വിഹിതം നൽകണമെന്ന് മോദിക്ക് അറിയാമെന്നിരിക്കെ അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് വീണ്ടും ചർച്ചയായ ആ പഴയ വീഡിയോ. 60,000 करोड़ रुपया दिल्लीની તિજોરીમાં જમા કરાવે છે. 60,000 કરોડ રૂપિયા અને સામે ગુજરાતમાં આવે શું 8,000, 10,000, 12,000 અને તમે આપ્યું એમ ગણા ગયો છો. શું ભાઈઓ બહેનો ગુજરાત ભિખારી છે? શું ગુજરાત દિલ્હી પાસે ભીખનો કટોરો લઈને ઊભું છે? ഒരു സംസ്ഥാനവും അർഹതപ്പെട്ട വിഹിതത്തിനായി കേന്ദ്ര സർക്കാരിനോട് യാചിക്കേണ്ടതില്ല എന്ന് ടക്ക് ഡയലോഗ് അടിച്ച ആളാണ് മോദി. എന്നിട്ടാണ് ഇപ്പോൾ കേരളത്തോട് ഇങ്ങനെ കാണിക്കുന്നത്. BJP ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സ്ഥിതി സമാനമാണ്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി പ്രതിസന്ധിയിലാക്കാനുള്ള കേന്ദ്ര നടപടിക്കെതിരെ രാജ്യമാകെ ശക്തമായ പ്രതിരോധവും ഉയർന്നിട്ടുണ്ട്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, തീർച്ച.